പണം, ലൈംഗികത, അപവാദങ്ങൾ, വത്തിക്കാൻ. കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും അല്ലേ? അപ്പൊ ചരിത്രത്തിലും ഇപ്പോഴും വത്തിക്കാനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില വലിയ വിവാദങ്ങളിലേക്കാണ് നമ്മളിന്ന് ആഴത്തിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നത് തന്നെ വളരെ പ്രകോപനപരമായൊരു ചോദ്യം കൊണ്ടാണ്. നിങ്ങളെ നിയമിച്ചത് ദൈവമാണോ? അതായത്, ദൈവത്തിന്റെ പേരിൽ സംസാരിക്കാൻ ശരിക്കും നിങ്ങൾക്ക് അധികാരമുണ്ടോ? ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു പശ്ചാത്തലമൊരുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് സമ്പത്തിനെക്കുറിച്ചുള്ളൊരു വൈരുദ്ധ്യമാണ്. ഒരു വശത്ത് ദാരിദ്ര്യത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ, മറുവശത്ത് വത്തിക്കാന്റെ ഭീമമായ സമ്പത്ത്. ഇത് തമ്മിലൊരു ചേർച്ചയില്ലായ്മയുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. ബൈബിളിൽ പറയുന്നൊരു കാര്യമുണ്ട്: സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരു ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നുപോകുന്നതാണ് എന്ന്. വളരെ പ്രശസ്തമായ ഒരു വാക്യമാണിത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു ആശയം ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നോക്കൂ, ആ പറഞ്ഞ കാര്യത്തിന്റെ ഒരു നേർചിത്രാണിത്. ഒരു വശത്ത് യേശുവിന്റെ പഠിപ്പിക്കലുകൾ, വിനയം, ദാരിദ്ര്യം, സേവനം. എന്നാൽ മറുവശത്തോ കൊട്ടാരങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ, ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ. ഇങ്ങനെ പോകുന്നു പോപ്പിന്റെ രീതികൾ. ഈയൊരു വ്യത്യാസം വളരെ വലുതാണല്ലേ? വീണ്ടും ബൈബിളിൽ നിന്ന് തന്നെയുള്ളൊരു വാക്യം: രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ ആർക്കും കഴിയില്ല, ദൈവത്തെയും പണത്തെയും ഒരുപോലെ സേവിക്കാനാവില്ല. ഈയൊരു വാക്യം കേൾക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ആഡംബരത്തിന്റെ കാര്യം ഒന്നുകൂടി ഓർത്തുനോക്കൂ. അപ്പൊ യഥാർത്ഥത്തിൽ ആരെയാണ് സേവിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരും. അപ്പൊ സമ്പത്തിന്റെ കാര്യം വിടാം. ഇനി നമ്മൾ നോക്കുന്നത് അധികാരത്തെക്കുറിച്ചാണ്. ഭക്തിയേക്കാളുപരി ഒരു ഭൗതിക ശക്തിയായി, അതായത് ഒരു രാഷ്ട്രീയ ശക്തിയായി സഭ എങ്ങനെ മാറി എന്നതിന്റെ ചില ചരിത്ര ഉദാഹരണങ്ങളാണ് അടുത്തത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നാണ് ഈ ദണ്ഡവിമോചന വിൽപ്പന. എന്താണിത്? ലളിതമായി പറഞ്ഞാൽ, പണം കൊടുത്താൽ പാപങ്ങൾ മോചിക്കപ്പെടും എന്നു പറയുന്നൊരു രീതി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പോലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഇത് പ്രധാനമായും ഉപയോഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതിനെതിരെ വലിയ എതിർപ്പുകൾ വന്നു. 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ ഈ ദണ്ഡവിമോചന വിൽപ്പന വ്യാപകമായതോടെ 1817 മാർട്ടിൻ ലൂതർ ഇതിനെതിരെ തന്റെ 95 സിദ്ധാന്തങ്ങളുമായി രംഗത്തെത്തി. അതാണ് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് നവീകരണം എന്ന പേരിലറിയപ്പെട്ട ക്രിസ്തുമതത്തിലെ ഏറ്റവും വലിയ ഭിന്നതകളിലൊന്നിലേക്ക് നയിച്ചത്. ഇപ്പോൾ നമ്മൾ പണത്തിന്റെ കാര്യം പറഞ്ഞു, അധികാരത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി പറയുന്നത് കുറച്ചുകൂടി ഗൗരവമുള്ളൊരു വിഷയമാണ്: അക്രമത്തിന്റെ ചരിത്രം. സഭയുടെ പേരിൽ നടന്നിട്ടുള്ള ശാരീരിക പീഡനങ്ങളെയും അക്രമങ്ങളെയും കുറിച്ചുള്ള ആരോപണങ്ങളാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. അടുത്തിടെ പോപ്പ് ബെനഡിക്ട് 16 ഇസ്ലാമിന്റെ സ്ഥാപകനെ വിമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം പ്രസംഗിച്ച വിശ്വാസം വാളുകൊണ്ടാണ് പ്രചരിപ്പിച്ചത് എന്ന്. പക്ഷേ ഈ പ്രസ്താവന ഒരു വലിയ കാപട്യമായിട്ടാണ് പലരും കാണുന്നത്. അതിന്റെ കാരണമെന്താണെന്നല്ലേ നോക്കാം. ഇതാണ് കാരണം: കുരിശുയുദ്ധങ്ങൾ, സ്പാനിഷ് ഇൻക്വിസിഷൻ. സഭയുടെ ചരിത്രത്തിൽ തന്നെ അക്രമം ഉപയോഗിച്ച് വിശ്വാസം പ്രചരിപ്പിച്ചതിന്റെ ഏറ്റവും വലിയ 2 ഉദാഹരണങ്ങളാണിത്. അപ്പോ മറ്റൊരാളെ വിമർശിക്കുമ്പോൾ സ്വന്തം ചരിത്രം മറക്കരുത് എന്ന് പറയുന്നത് പോലെയായി ഇത്. ഈ സ്പാനിഷ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമല്ല. 350 വർഷത്തിൽ കൂടുതൽ നീണ്ടുനിന്ന ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു അത്. സഭയുടെ ആശയങ്ങളെ എതിർക്കുന്ന ആരെയും അവർ വെറുതെ വിട്ടില്ല. ജൂതന്മാരും മുസ്ലിംകളും, എന്തിനേറെ മറ്റു ക്രിസ്ത്യൻ വിഭാഗങ്ങളായ പ്രൊട്ടസ്റ്റന്റുകൾ പോലും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അതൊക്കെ ചരിത്രം. ഇനി നമുക്ക് വർത്തമാനകാലത്തേക്ക് വരാം. ഇന്നും വത്തിക്കാൻ നേരിടുന്ന ഗുരുതരമായ അപവാദങ്ങളെയും ആരോപണങ്ങളെയും കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ കാലത്ത് വത്തിക്കാനെതിരെ ഉയരുന്ന പ്രധാന വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. വത്തിക്കാൻ ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതികൾ. 2. ലോകത്തെ പിടിച്ചുകുലുക്കിയ ലൈംഗിക പീഡനങ്ങളുടെ പരമ്പര. 3. ഒരുപക്ഷെ ഏറ്റവും ഗൗരവമേറിയത്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നത്. ആരോപണം നേരിടുന്ന പുരോഹിതരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനു പകരം അവരെ തിക്കച്ചൊന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക, അതായത് കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുകയും കുറ്റകൃത്യം മറച്ചുവെക്കുകയും ചെയ്യുക. ഇരകളേക്കാൾ സ്ഥാപനത്തിന്റെ പേരിനാണ് വില കൽപ്പിച്ചത് എന്ന ഗുരുതരമായ ആരോപണമാണിത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇതിലും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കാണാം. 13ാം നൂറ്റാണ്ടിലെ പോപ്പ് ബോണിഫസ് എട്ടാമൻ പറഞ്ഞതായി ഒരു ആരോപണമുണ്ട്.
ആൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് ഒരു കൈ മറ്റേ കൈയിൽ ഉരസുന്നതിനേക്കാൾ വലിയ പാപമൊന്നുമല്ല എന്ന്. ഇത് ശരിയാണെങ്കിൽ ധാർമ്മികതയുടെ അടിത്തറ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രസ്താവനയാണിത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം ഒരു പ്രതീകമായി കാണാവുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇനി പോകുന്നത്. പോപ്പിന്റെ ഓഡിയൻസ് ഹാളിനു പിന്നിൽ ഒരു ഭീമാകാരമായ വെങ്കലശില്പമുണ്ട്. ഫാസിനിയുടെ ദി റിസറക്ഷൻ അഥവാ ഉയിർത്തെഴുന്നേൽപ്പ് എന്നാണതിന്റെ പേര്. പക്ഷേ ഈ ശില്പം കാണാൻ അത്ര സുഖമുള്ള ഒന്നല്ല. ഒരു ഗർത്തത്തിൽ നിന്ന് എന്തോ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നതുപോലെയാണ്. അതിന്റെ തലയ്ക്ക് ഒരു പാമ്പിന്റെ രൂപമാണ്. ചിറകുകളാണെങ്കിൽ വവ്വാലിന്റേതുപോലെ. ഇതൊക്കെ കണ്ടിട്ട് പല വിമർശകരും ഇതിനെ പൈശാചികമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോ അവസാനം നമ്മൾ ഈയൊരു ചോദ്യത്തിലാണ് എത്തുന്നത്. ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ദൈവത്തിന്റെ പ്രതിഫലനമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളുടെയും ഈ കാണുന്ന ചിഹ്നങ്ങളുടെയുമൊക്കെ യഥാർത്ഥ അർത്ഥമെന്താണ്? ഈയൊരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുന്നു. ചിന്തിക്കുക.